സെക്സ് റാക്കറ്റ് കെണിയിൽ കുടുങ്ങിയ പെൺകുട്ടി കോഴിക്കോട് പോലീസ് സ്റ്റേഷനിൽ അഭയം തേടിയതിൽ ഒരാൾ പിടിയിലായി. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കേരളത്തിലെത്തിച്ച അസം സ്വദേശിയാണ് ഒഡീഷയിൽ നിന്നും പിടികൂടിയിരിക്കുന്നത്. ജോലി വാഗ്ദാനം നൽകി കേരളത്തിലെത്തിച്ച സെക്സ് റാക്കറ്റ് കെണിയിൽപ്പെടുത്തിയെന്നാണ് പരാതി. ലോഡ്ജിൽ നിന്ന് രക്ഷപ്പെട്ട കുട്ടി പോലീസ് സ്റ്റേഷനിൽ അഭയം തേടുകയായിരുന്നു. സിനോജ് തോമസ് വിവരങ്ങൾ നൽകും. സിനോജ്, ഇപ്പോൾ അസം സ്വദേശി പിടിയിലായിരിക്കുന്നു. പെൺകുട്ടി ഇവിടത്തുകാരിയാണ്. ഇപ്പോൾ പോലീസ് ഏതായാലും പെൺകുട്ടിയെ സംരക്ഷിക്കുകയും പ്രതിയെ പിടികൂടുകയും ചെയ്തിരിക്കുന്നു. സ്മൃതി, പെൺകുട്ടി ആസാം സ്വദേശിനി തന്നെയാണ്. 17 വയസ്സാണ് പ്രായം. പ്രതിയും ആസാം സ്വദേശി തന്നെയാണ്. മുൻപരിചയമുള്ള ആളുകൾ തന്നെയാണ്. കേരളത്തിൽ ജോലി നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് 3 മാസം മുൻപാണ് ഈ 17 വയസ്സുകാരെ കേരളത്തിലേക്ക് പ്രതി കൊണ്ടുവരുന്നത്. പക്ഷേ ജോലി നൽകിയില്ല. മാസം 15,000 രൂപ ശമ്പളം നൽകാമെന്നായിരുന്നു വാഗ്ദാനം. പക്ഷേ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന്റെ സമീപത്തെ ഒരു ലോഡ്ജ് മുറിയിൽ പൂട്ടിയിട്ടു. അവിടെ നിന്നാണ് പെൺകുട്ടി രക്ഷപ്പെട്ടു പോകുന്നത്. പോലീസ് നൽകിയ മൊഴി പ്രകാരം ആ ലോഡ്ജിൽ തന്നെ മറ്റ് സ്ത്രീകളും ഉണ്ടായിരുന്നു. നിരവധി പുരുഷന്മാർ അവിടെ വരുന്നുണ്ടായിരുന്നു. സെക്സ് റാക്കറ്റ് ആണെന്നാണ് പെൺകുട്ടി മൊഴി നൽകിയത്. അങ്ങനെ പെൺകുട്ടിയെ ചിൽഡ്രൻസ് ഹോമിലേക്ക് മാറ്റുകയും വിശദമായി മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. ആ ഘട്ടത്തിലാണ് പ്രതി കോഴിക്കോട് നിന്ന് ഒളിവിൽ പോകുന്നത്. അങ്ങനെ സൈബർ സെല്ലിന്റെ സഹായത്തോടുകൂടി കോഴിക്കോട് ടൗൺ പോലീസാണ് ഒഡീഷയിൽ നിന്ന് ഈ അസം സ്വദേശിയായ പ്രതിയെ അറസ്റ്റ് ചെയ്ത് ഇന്ന് രാവിലെ കോഴിക്കോട് എത്തിച്ചിരിക്കുന്നത്. പോക്സോ കേസ് ആയതുകൊണ്ട് പ്രതിയുടെ പേരോ അഡ്രസ്സോ പോലീസ് വെളിപ്പെടുത്തിയിട്ടില്ല. അതായത് ഈ പെൺകുട്ടി ആ മുറിയിൽ പൂട്ടിയിട്ടു. അവിടെ എത്തി പ്രതി ഒരു ദിവസം ഈ മുറി തുറന്ന സമയത്ത് ഫോൺ വന്നു. അങ്ങനെ ഫോൺ വിളിച്ച് പ്രതി പുറത്തുപോയ സമയത്താണ് പെൺകുട്ടി അവിടെ നിന്ന് രക്ഷപ്പെട്ട് റെയിൽവേ സ്റ്റേഷൻ റോഡിലേക്ക് എത്തുകയും മുന്നിൽ കണ്ട ഒരു ഓട്ടോറിക്ഷയിൽ കയറി മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ പോയി ഈ വിവരം പറയുകയും ചെയ്തത്. അങ്ങനെയാണ് ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്, ഈ രീതിയിൽ പെൺകുട്ടികൾ ഇവിടേക്ക് കൊണ്ടുവരുന്നുണ്ടെന്ന് പോലീസിന് വിവരം ലഭിക്കുന്നു. അങ്ങനെയാണ് പോലീസ് ഈ പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തുകയും കോഴിക്കോട് ടൗൺ പോലീസ് കഴിഞ്ഞ ഒരാഴ്ച നടത്തിയ പരിശ്രമത്തിന് ഒടുവിലാണ് അസം സ്വദേശിയ പ്രതിയെ ഒഡീഷയിൽ നിന്ന് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. സ്മൃതി, ശരി. സിനോജ് തോമസ് ആണ് വിവരങ്ങൾ.